പെൺവാണിഭ സംഘം പിടിയിൽ മൂവാറ്റുപുഴ. വീട് കുത്തി തുറന്ന മോഷണം എറണാകുളം. ചെക്ക് കേസ് പാലക്കാട്. ആൾമാറാട്ടം തിരുവനന്തപുരം. ഈ ലോകത്തിലുള്ള എല്ലാ ഉടായ്പ കേസുകളും നടക്കുന്നുണ്ട്. പക്ഷെ ഈ സ്റ്റേഷൻ പരിധിയിൽ മാത്രം മാതൃകാ പോലീസ് സ്റ്റേഷൻ. എന്താ സാറേ? എന്താ നീ എന്താണ് ഈ ഫോണിൽ കുത്തിപ്പിടിച്ചോണ്ടിരിക്കുന്നത് ഏത് നേരത്തും? അല്ല, ഞാൻ അമേരിക്കയിലുള്ള ഒരു മദാമയായിട്ടേ ചാറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒന്ന് നിർത്തടോ. ഈ ഓഫീസ് ടൈമിലാണോ ഫോൺ? അത് നിർത്ത്. ഓഫീസ് ടൈമിൽ നമുക്ക് എന്താ സാറേ പരിപാടി? 24 മണിക്കൂർ ചോറും കുത്തിരിക്കും. ഒരു കേസും ഇല്ല, ഒരാളും ഇല്ല. മാതൃകാ പോലീസ് സ്റ്റേഷൻ ആക്കിയില്ല നമ്മുടെ കഷ്ടകാലം. എടോ, തൻ്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടോ കേടികളായിട്ട്? അതെന്താ സാർ അങ്ങനെ പറയണേ? എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ കേടികളാ. പിന്നെ നാട്ടിലെ പരിചയമുള്ള കുറെ കേടികളൊക്കെ ഉണ്ട്. എന്നാ ആരെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയടോ. വല്ലതും നമുക്കും കിട്ടില്ലേ? ആരും സഹകരിക്കില്ലേ സാറേ? അതെന്താ ആരും സഹകരിക്കാത്തത്? ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനായി പോയില്ലേ? ഇന്നലെ എൻ്റെ മോൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച് പറയുക, അച്ഛാ എനിക്കൊരു 10,000 ഉറുപ്പ്യ വേണം. ഞാൻ എവിടുന്ന് എടുത്ത് കൊടുക്കാനാണ്? എൻ്റെ കയ്യിൽ എവിടെയാ പൈസ? അതാരും വിശ്വസിക്കില്ല സാറേ. സാർ ഇവിടുത്തെ SI അല്ലേ, നിറയെ കൈക്കൂലിയൊക്കെ കിട്ടുന്നുണ്ടാവും മാ കരുതിണ്ടാവും. ഇത് തന്നെയാണ് അവനും പറഞ്ഞത്. അവൻ പറയാണ്, അച്ഛൻ കേരളത്തിലെ വലിയ SI അല്ലേ, ഇഷ്ടം പോലെ കൈക്കൂലി കിട്ടുന്നുണ്ടാവില്ലേന്ന്. കൈക്കൂലി വാങ്ങിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ആരും തരുന്നില്ലല്ലോ. ഇത് അവനോട് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ സാറേ? അത് ഞാൻ പറഞ്ഞു. അപ്പൊ അവൻ പറയാണ്, അച്ഛൻ എന്തൊരു മണ്ടനാണ്. ഒരു നല്ല സ്ത്രീ പീഡന കേസ് ഉണ്ടാക്ക്, എന്നിട്ട് വലിയ വലിയ പണക്കാരുടെ മക്കളെയൊക്കെ ഈ കേസിനകത്ത് കൊടുക്ക്, എന്നിട്ട് ആ പണക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നു. അവന്റെ ഒരു ബുദ്ധി പോയ പോക്ക് നോക്ക് സാറേ. സത്യത്തിൽ അവനാണ് SI ആവേണ്ടത്, സാറല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ എവിടെയോ അതിന് മാത്രം വലിയ പണക്കാര്. സാറേ, എന്റെ അറിവിൽ ഈ പരിസരത്ത് ഒരൊറ്റ ആളെ പണക്കാരനായിട്ടുള്ളൂ. അതാരാ? നമ്മുടെ ടൗണിലെ ബാർ റെസിഡൻസി നടത്തുന്നില്ലേ, അതിന്റെ ഓണർ. ഓ, അയാളൊന്നും പിടുത്തം കിട്ടൂലടോ. സാറേ, അയാളെ പിടിക്കാൻ ഒരു വഴിയുണ്ട്. എന്താ? ആ ബാർ ഹോട്ടലിന്റെ മുമ്പിലെ ഒരു ഓടിട്ട പെര കണ്ടില്ലേ സാറ്? ഞാൻ കണ്ടിട്ടില്ല സാറേ. അവിടെ ഒരു പെര ഉണ്ട്, ഒരു ഭാസ്കരൻ നായരുടെ. ഇയാള് മുമ്പ് ഈ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ഈ ബാറിൽ നിന്നും മദ്യം കഴിച്ചു വരുന്നവർ രാത്രി അദ്ദേഹത്തിന്റെ ഡോറിൽ മുട്ടുകയാണെന്ന് പറഞ്ഞിട്ട്. ഈ പരാതി കേട്ട സമയം നമ്മുടെ പഴയ SI ഈ ഓണറെ ചെന്ന് പിഴിച്ചിലല്ലേ. നമുക്ക് ആ വഴി ഒന്ന് ചിന്തിച്ചാലോ? നിന്റെ തലമണ്ട ഞാൻ തല്ലി പൊട്ടിക്കും. സോറി സാർ. എന്നാ പിന്നെ എന്തോ എന്നോട് നേരത്തെ പറയാതിരുന്നത്? ഞാനൊരു കാര്യം ചെയ്യും, ആ ഭാസ്കരനെ പോയി കണ്ടിട്ട് അയാളുടെ കയ്യോ കാലോ പിടിച്ചിട്ടായാലും വേണ്ടില്ല, ഒരു പരാതി എഴുതി വാങ്ങിക്കും. മുമ്പത്തെ SIക്ക് പരാതി കൊടുത്തിട്ടേ നടപടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാളെ കേസൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കുക. എന്ത് പറഞ്ഞാലും ഈ നെഗറ്റീവ് പറയുന്നത് എന്താണ് സാറേ? അയാളെ ഇനി പരാതി തന്നില്ലെങ്കിൽ പേടിക്കണ്ട. മുമ്പ് കൊടുത്തിട്ടുള്ള പരാതി ഉണ്ടല്ലോ, നമുക്കത് കുത്തിപ്പൊക്കാം. ആദ്യം അയാളോട് പോയി ചോദിക്ക്, എന്നിട്ട് അയാൾ തന്നില്ലെങ്കിൽ പഴയത് കുത്തിപ്പൊക്കാം. അത് നോക്കാം സാർ.